അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനിരിക്കെ സർക്കാരിന് തുറന്ന കത്തുമായി സാമൂഹ്യ പ്രവർത്തകർ. അതിദരിദ്രരെ നിർണ്ണയിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത്, അതിദരിദ്രത മറികടന്നതിന് വസ്തുതാപരമായ പിൻബലം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് സാമ്പത്തിക സാമൂഹിക മേഖലയിലെ വിദഗ്ധർ ഉന്നയിക്കുന്നത്. 233 രൂപ ദിവസക്കൂലി കിട്ടുന്ന ആശാപ്രവർത്തകരും അസംഘടിത തൊഴിലാളികളും അതിദരിദ്ര ജനവിഭാഗമല്ലേ എന്നും സർക്കാരിന് കൈമാറിയ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന ആരൊക്കെയാണ്? ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഏത് മാനദണ്ഡം എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം? പ്രതീഷ്. ഹാഷ്മി, അതിദരിദ്രമുക്ത കേരളമായി നാളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് അതിനെതിരെ ചോദ്യങ്ങളുമായി സാമ്പത്തിക സാമൂഹിക മേഖലയിലുള്ള വിദഗ്ധർ മുന്നോട്ട് വന്നിരിക്കുന്നത്. RVG മേനോൻ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇവർ ചില ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിന് മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് സർക്കാരിന് നൽകിയിരിക്കുന്നത്. നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിദരിദ്രമുക്ത കേരളമാണോ അതോ അഗതിമുക്ത കേരളമാണോ എന്ന ചോദ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ അതിദരിദ്രതയെ നിർണ്ണയിക്കാൻ എന്ത് മാനദണ്ഡങ്ങളാണ് സർക്കാർ ഉപയോഗിച്ചത് എന്ന് വെളിപ്പെടുത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇതിനാധാരമായി ഏതെങ്കിലും തരത്തിൽ പഠനം നടത്തിയിട്ടുണ്ടോ, അങ്ങുണ്ടെങ്കിൽ ആ പഠന റിപ്പോർട്ട് പുറത്തുവിടണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതിദരിദ്രത മറികടന്നതിന് വസ്തുതാപരമായ പിൻബലം എന്തെന്ന് കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. ഒപ്പം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 233 രൂപ ദിവസക്കൂലി കിട്ടുന്ന ആശാപ്രവർത്തകരും ഒപ്പം ഈ അസംഘടിത തൊഴിലാളികളും സ്കീം വർക്കർമാരും എല്ലാം തന്നെ ഈ ദരിദ്ര ജനവിഭാഗത്തിൽ പെടുന്നവരല്ലേ എന്നും ഇവർ പറയുന്നുണ്ട്. അതിദരിദ്ര നിർമ്മാർജ്ജനം ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല എന്നും ഇക്കാര്യങ്ങളിൽ കൃത്യമായൊരു മറുപടി സർക്കാർ നൽകണമെന്നുമാണ് ഈ സാമ്പത്തിക സാമൂഹിക മേഖലയിലുള്ള വിദഗ്ധർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ എന്ത് മറുപടി നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുണ്ട്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ അന്ത്യോജന അന്യോജന മഞ്ഞക്കാട് ഉടമകൾ അവർ പൂറസ്റ്റ്, ഈ നീതി ആയോഗിന്റെ പട്ടിക പ്രകാരമുള്ള പൂറസ്റ്റ് ആൾക്കാരാണ്. അതിൽ 5.29 ലക്ഷം ആൾക്കാർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നുണ്ട്. കേന്ദ്രം അതിൽ സൗജന്യ വിലയിൽ നമുക്ക് അരിയും ഗോതമ്പും നൽകുന്നുമുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നൊരു ചോദ്യം, ഇവരൊക്കെ അതിദരിദ്രമുക്തരാണെന്ന് പ്രഖ്യാപിച്ചാൽ ആ ഫണ്ട് മുടങ്ങാൻ കാരണമാവില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അത് സംഘത്തിലുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു പ്രതീഷ്. അതിന്റെ മാനദണ്ഡങ്ങൾ പലതാണെങ്കിലും ഹാഷ്മി, തീർച്ചയായും. കാരണം കൃത്യമായ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സാമൂഹിക പ്രവർത്തകർ ഇപ്പോൾ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. ഒപ്പം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 4.84 ലക്ഷം ആദിവാസികളിൽ നിന്ന് പുതിയ കണക്ക് പ്രകാരം 6400 കുടുംബങ്ങൾ മാത്രമാണ് ദരിദ്ര വിഭാഗമായി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ 2011 സെൻസസ് പ്രകാരം കണ്ടെത്തിയ 4 ലക്ഷത്തോളം ആദിവാസി കുടുംബങ്ങളുടെ കണക്ക്, അല്ലെങ്കിൽ അവർ എവിടെ പോയി, ആ എണ്ണം എവിടെ പോയി എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഇതിന് ആധാരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണ് എന്നതാണ് പ്രധാനമായും ഇവർ ചോദിക്കുന്ന കാര്യം. അത് സാമ്പത്തികമായ ഒരു അളവുകോലാണോ, അല്ലെങ്കിൽ ഈ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവരാണോ, അല്ലെങ്കിൽ കിട്ടുന്നവരാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പ്രധാനമായും ചോദിക്കുന്നുണ്ട്. അതിൽ കൃത്യമായൊരു മറുപടി, ഏകദേശം ഒരു 10ഓളം ചോദ്യമാണ് ഈ സാമൂഹിക പ്രവർത്തകർ സർക്കാരിന് മുന്നിൽ വച്ചിട്ടുള്ളത്. അതിൽ സർക്കാർ മറുപടി നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും പ്രതിപക്ഷമായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി വന്നതെങ്കിൽ സംസ്ഥാനത്തെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക സാമൂഹിക വിദഗ്ധർ ഉൾപ്പെടെ ഈ ചില ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.